ശ്രീ നിസാം സെയ്ദ് ഇന്നുണ്ടായിരിക്കുന്ന CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ പരാമർശങ്ങൾ ഇല്ലെങ്കിൽ ആ പ്രതികരണങ്ങൾ അത് ഏത് രീതിയിലാണ്? നേരത്തെ തന്നെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെ പലയിടങ്ങളിലും തടയുന്നു, ഷാഫിക്കെതിരെ പ്രതിഷേധിക്കുന്നു, ആ രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡിവൈഎഫ്ഐ അതിനെ തള്ളിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐ അല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ വ്യക്തമാക്കിയതാണ്. പക്ഷേ അപ്പോഴാണ് മുതിർന്നൊരു നേതാവ് കൂടി ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്നത്. അതെങ്ങനെയാണ് കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത്? ഇന്ന് ഇപ്പോൾ പറയുന്നത് ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ ക്ലിപ്പ് ഞാൻ വീണ്ടും കണ്ടു. ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസാരം ആരംഭിക്കുന്നത്. പിന്നീട് ഞാൻ ഷാഫി പറമ്പിലിന്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നമ്മളെയൊക്കെ വിഡ്ഢികളാക്കുകയാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് CPM-ന്റെ ഒക്കെ ഒരു ജില്ലാ സെക്രട്ടറി ഇത്രയും അധമമായ രീതിയിൽ സംസാരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ നരേറ്റീവിനെ ഇത്രമാത്രം അധമമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറിക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരം, നമ്മളെയൊക്കെ നിരാശപ്പെടുത്തേണ്ട, നമ്മളെയൊക്കെ പേടിപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. വളരെ വില കുറഞ്ഞ, ഒരിക്കലും നമുക്ക് വസ്തുതാപരമായി ചർച്ച ചെയ്യാനോ അതിനെക്കുറിച്ച് എന്തൊക്കെ രീതിയിൽ പ്രതികരിക്കാനോ കഴിയാത്ത ഒരു തലത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ നരേറ്റീവിനെ CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി കൊണ്ടുപോകുന്നുള്ളത് വളരെയേറെ ഖേദകരമാണ്, പ്രതിഷേധാർഹമാണ്. പക്ഷെ നമുക്കൊക്കെ അറിയാം ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായ കാരണം ഷാഫി പറമ്പിലിനെ CPM വല്ലാതെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അടുത്തുള്ള ഭയമാണോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ താങ്കൾ പറയുന്നത് പോലെയുള്ള സാന്നിധ്യമാണോ എന്നൊക്കെ എത്താം. പക്ഷേ ഇവിടെ മറ്റൊരു ചോദ്യം, ഇപ്പൊ ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് CPM-ന് അങ്ങനെ പറയേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ആ രാഷ്ട്രീയ പാർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്നതിലേക്ക് കോൺഗ്രസ് മാറുന്നില്ലേ? കോൺഗ്രസ് എന്തിനാണ് പുറത്താക്കിയ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയ ഒരാളെ ഈ തരത്തിൽ സംരക്ഷിക്കുന്നത്? ഇന്നലെ മണ്ഡലത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടതാണല്ലോ. അത് അങ്ങനെ സ്വീകരിക്കാൻ പാടുണ്ടോ? ഷാഫി പറമ്പിലിന്റെ വിഷയം പൂർണ്ണമാക്കിയ ശേഷം ഞാൻ പറയാം. ഷാഫി പറമ്പിലിനെ CPM ഭയപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഷാഫി ഉൾപ്പെടെ സംരക്ഷിക്കുന്നു എന്നുള്ളൊരു യാതൊരു തെളിവില്ല. CPM പോലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരാൾക്ക് ചായ പോലും കൊടുക്കാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്ന പാർട്ടിയൊന്നുമല്ല കോൺഗ്രസ്. മുൻപ് 1984 MV രാഘവനോടൊപ്പം പുറത്തുപോയ അന്ന് CPM-ന്റെ LDF-ന്റെ കൺവീനറായിരുന്ന PV കുഞ്ഞിക്കണ്ണൻ തൻ്റെ അനുഭവത്തിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ പിന്നീട് ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ പോയാൽ, ഒരു ചായക്കടയിൽ പോയാൽ അവിടെയുള്ള ആളുകളോട് പോലും അദ്ദേഹത്തോട് സംസാരിക്കരുത് എന്ന് പാർട്ടി നിർദ്ദേശം കൊടുത്തിരുന്നു. ആ ഗ്രാമത്തിൽ ആകെ ഒറ്റപ്പെട്ട് വളരെ വിഷണ്ണനായിട്ടാണ് PV കുഞ്ഞിക്കണ്ണൻ മരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത്തരമൊന്നുള്ള നിലപാടുകളുള്ള പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയുള്ള അങ്ങനെയൊന്നും ഊരുവിലക്കുള്ള പാർട്ടി അല്ല രീതിയാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിന്റെ രീതി ഇതാണ്. അതായത് ഇത്രയധികം ലൈംഗിക ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്, ചെറിയ ആരോപണങ്ങളല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത്. ആ ആരോപണങ്ങൾ നിലനിൽക്കെ പാർട്ടി മാറ്റി നിർത്തിയ, സസ്പെൻഡ് ചെയ്ത ഒരാളെ ഈ രീതിയിലാണോ പാലക്കാട്ടെ കോൺഗ്രസുകാർ സ്വീകരിക്കുക? പാലക്കാട്ടെ കോൺഗ്രസുകാർ പോട്ടെ, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? താങ്കൾ പാലക്കാട്ടെ കോൺഗ്രസുകാർ മാലയിട്ട് സ്വീകരിക്കുമെന്ന്, പാലക്കാട്ടെ കോൺഗ്രസുകാർ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിക്കുമെന്നറിയില്ല. അദ്ദേഹത്തോട് വ്യക്തിപരമായി അടുപ്പമുള്ള ആളുകൾ ആ അടുപ്പം ഇന്നും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ മറ്റൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. CPM ഇപ്പോൾ തുടർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട്. അയ്യപ്പ സംഗമത്തിനോടൊക്കെ അനുബന്ധിച്ച് CPM കേരളത്തിൽ തികഞ്ഞ വർഗീയ പ്രീണനത്തിലേക്ക് തങ്ങളുടെ രാഷ്ട്രീയത്തെ കൊണ്ടുപോകണം. ഹൈന്ദവ വർഗീയതയെ കേന്ദ്രീകരിച്ച് അതിനെ സ്വാധീനിച്ച് അതിനെ ഊട്ടി വളർത്തി കേരളത്തിലെ രാഷ്ട്രീയ നരേറ്റീവിനെ BJPയുടെ രാഷ്ട്രീയത്തെ CPM ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന മന്ത്രി VN വാസവൻ അയ്യപ്പ സംഗമത്തിൽ വളരെ ആവേശത്തോടെ കൂടി വായിച്ചു. കേരളത്തിലെ ഹിന്ദുത്വത്തെ പ്രതികരിക്കുന്ന, ഹിന്ദു മതത്തെയല്ല ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നത് തങ്ങളാണ് എന്നുള്ള വലിയ സന്ദേശം കൊടുത്തുകൊണ്ട് കേരളത്തിൽ ഹിന്ദു നമുക്ക് പാലക്കാട്ടേക്ക് തിരിച്ചു വരാൻ തോന്നുന്നു. നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല, നമ്മൾ പാലക്കാട് നിൽക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന തികഞ്ഞ മതേതരവാദിയായ ഒരു നേതാവിനെ, അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് മാത്രം ആ തരത്തിൽ അദ്ദേഹത്തിനെ ആക്രമിച്ച് അതിൽ നിന്നും ഒരു വർഗീയമായ വിഭജനമുണ്ടാക്കി, ചേരിതിരിവുണ്ടാക്കി കേരളത്തിനെ വർഗീയമായി വിഭജിക്കുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായി CPM നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി CPM ജില്ലാ സെക്രട്ടറി ചെയ്ത ഒരു കാര്യമാണിത്. അല്ല, CPM ജില്ലാ സെക്രട്ടറിമാരൊക്കെ വിശുദ്ധമാരൊന്നും അല്ലാതെ നമുക്കറിയാം. എറണാകുളത്തെ കലൂർ
ലെനിൻ സെന്ററിൽ CPM ജില്ലാ സെക്രട്ടറിക്ക് ഒളിക്യാമറ വെച്ച് പിടിച്ചത് എന്താണെന്നൊക്കെ നമുക്കറിയാം. അതൊന്നും ഈ റെജി ലൂക്കോസ് ഒന്നും അതിനെക്കുറിച്ചൊന്നും വിശുദ്ധന്മാരുടെ വേഷം വെക്കണ്ട. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നതിന്റെ ഒളിക്യാമറ പറയുന്നതുമൊക്കെ ഒരേപോലെയുള്ള ഭാഷയാണ്, ഒരേ രീതിയാണ് തുടരുന്നത്. അത് എന്ത് രാഷ്ട്രീയമാണെന്നാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇത് CPMന്റെ ഇത് ഒരേ രീതിയിലുള്ളതാണോ? CPM ജില്ലാ സെക്രട്ടറിക്ക് മേലിൽ ഒളിക്യാമറ വെച്ച് പിടിച്ചു എന്നുള്ളത് അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണമാണോ? ആണോ? അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണമാണോ? അത് നടന്ന സംഭവമല്ലേ? അതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് ജില്ലാ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് മാറ്റിയതല്ലേ? വീണ്ടും അദ്ദേഹത്തെ സംസ്ഥാന സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാക്കി മാറ്റിയില്ലേ? അപ്പൊ ഇതൊന്നും നടക്കാത്ത കാര്യമാണോ? അപ്പൊ ഇതുവരെ CPM ഇത്തരം യാതൊരു നിലപാടും ഇത് അവിടെ നടക്കുന്നുണ്ട്, ഇത് CPM നടക്കുന്നുണ്ട്, പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നടത്തിക്കൂടാ എന്നൊരു രീതിയാണ് തോന്നുന്നു. അത് പൊതുവെ അവിടെ നടക്കുന്നു, ഇല്ലെങ്കിൽ അവിടെ മുകേഷ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ സാധിക്കുന്ന കേസല്ല ഇത്.